പറ. ഇപ്പൊ കേക്കാവോ? കേൾക്കാൻ കുട്ടി, നീ പറഞ്ഞോ. നിന്റെ കംഫർട്ടിലിരുന്ന് പറ, ബാക്കി ഞാൻ അപ്ലോഡ് ചെയ്തോളാം. കുഞ്ഞിക്കിളിയെ കൂടെ കണ്ടു വെച്ചു. അത് ഓടി നടക്കുവോ? ഞാൻ തന്നെ ഉള്ളു. എന്നിട്ട് നമ്മളാരും മുഖത്ത് നോക്കി ഒന്നും പറഞ്ഞിട്ടില്ല. അത് തന്നെ ഈ കൊച്ചിനോടും കൊണ്ട് നിന്റെ അപ്പനാണോടിയും ചോദിക്കുമ്പോ ഏത് കുഞ്ഞുങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ പറയത്തുള്ളൂ. അത് പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. പിന്നെ അതുല്ലേ ഞാൻ വിളിച്ചത് എനിക്ക് പറ്റിയ മണ്ടത്തരം. അത് ഇപ്പോഴല്ല വിളിക്കുന്നത്, ഒരു ഓഗസ്റ്റ് മാസമാണ് വിളിക്കുന്നത്. കാരണം അതില് വന്ന് പറയുന്ന ഒരു വീഡിയോ ഒക്കെ അത് പറയുന്നുണ്ട്. വീണ എന്ന് പറഞ്ഞ ആ വ്യക്തിയെ കുറിച്ച് ആ വ്യക്തി പറഞ്ഞിട്ടല്ല ജിനു DNA എന്ന് പറഞ്ഞത്. അത് വീണ ഒരിക്കലും പറയിപ്പിച്ചതല്ല എന്നൊരു വാക്ക് അവന്റെ വായിന്ന് വന്നതും കൊണ്ടാണ് അവന്റെ ഫേസ്ബുക്കിലോട്ടാണ് ഹായ് അയച്ചപ്പോ ഞാനത് ഡിലീറ്റ് ചെയ്തു. പിന്നെ തുരുതുരാന്ന് എനിക്കാണ് മെസ്സേജ് വന്നത്. ഹായ് പറയൂ, വീണയാണോ, ജിനുവിന്റെ ഇപ്പോഴത്തെ വീണയാണോ എന്ന് പറഞ്ഞ് വിത്ത് സ്ക്രീൻഷോട്ട് വിത്ത് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഈ ജയദേവൻ എന്ന് പറഞ്ഞ ഒരാള് ഇപ്പം വന്നൊരു ജയദേവൻ എന്ന് പറഞ്ഞ ആളെ ഞങ്ങൾക്ക് അറിയത്തില്ല. ജയദേവൻ എന്ന് പറഞ്ഞ ഒരാളെ ഒരു വോയിസ് ഇപ്പൊ ചേട്ടായി എന്നോട് വിളിച്ചു പറഞ്ഞു, ജിനു ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾ കരഞ്ഞാൽ മാത്രമേ ആൾക്കാർ അറിയത്തുള്ളൂ, ആണുങ്ങൾ കരഞ്ഞാൽ അറിയത്തില്ല. പക്ഷെ ജിനു ചാകാൻ പോകുന്ന ഒരു വ്യക്തി എന്തിനാണ് റെയിൽവേ ട്രാക്കിലൂടെ ഓടുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ ഓടിയപ്പം അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ പറയുന്ന ചേച്ചിക്ക് കേൾക്കാമോ? കേൾക്കാം, എനിക്ക് കേൾക്കാം, നീ പറ. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഐ വിൽ അപ്ലോഡ്. ജിനു ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാ ശ്രദ്ധയ്ക്ക്, ജിനുവിന്റെ കേസ് കോടതി നടക്കുന്നതാണ് ഫസ്റ്റ്. ജിനുവിനെ പറ്റി പറഞ്ഞ വീഡിയോ എല്ലാം അത് സൈബർ സെല്ലുകാരും വിത്ത് ASP ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പൊ ലൈവിൽ കണ്ടോണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ പറയുന്നവരെല്ലാം തന്നെ ജിനുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് എക്സ്പ്ലനേഷൻ എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. ജിനു ഇപ്പൊ ട്രാവലിലാണ്. ആ മനുഷ്യൻ ഇതെന്തെങ്കിലും കാണിച്ചു വെച്ചാൽ ഈ പറയുന്ന ഒരൊറ്റ പ്രസിദ്ധ വ്യക്തികളെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. വിത്ത് പ്രൂഫ് സഹിതം ഓൺ എയറിൽ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ASP, DGP, CA ഇത്ര റാങ്കിൽക്കാരാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത്രയും പേർക്ക് ജിനു അത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിത്ത് നമ്പർ ഉൾപ്പെടെ. 4:30 ആവുമ്പോ ഇതിന്റെ ബാക്കി എക്സ്പ്ലനേഷൻ ഞാൻ പറയും. വിത്ത് നമ്പർ ഉൾപ്പെടെ എപ്പോൾ ലൈവ് കട്ടാകുന്നോ ആ സമയത്ത് ഈ പറയുന്ന വ്യക്തിയെ വിളിച്ചിരിക്കും. കാരണം ജിനു എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല, ആത്മഹത്യ നാടകമാണോ എന്ന് ചോദിക്കുന്ന ജയദേവൻ എന്ന് പറഞ്ഞ അയാൾ ഏതാന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ആ വ്യക്തി ഉൾപ്പെടെ ജിനുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ദിസ് ഈസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ആണ്. ജിനുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ കൂടെ ഇല്ല. ആ മനുഷ്യൻ പ്രോഗ്രാം എല്ലാരും ചിരിപ്പിക്കാൻ പോയേക്കുവാണ്. വിത്ത് ട്രാവലിംഗ് വിത്ത് ട്രെയിനിലാണ് പോയേക്കുന്നത്. ആ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പറയുന്ന 3 പേരും ലൈവിലിട്ട് ജിനുവിനെ അറുമാദിക്കുന്ന 3 പേരും എനിക്ക് എന്റെ കുഞ്ഞിന്റെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് വന്നിട്ട് 2 വർഷം കഴിഞ്ഞുണ്ടായ കുഞ്ഞിന് അപ്പനില്ലാതാക്കിയാൽ, അതായത് ഈ പറഞ്ഞ അപ്പനില്ലാതാക്കുന്ന ഈ കൊച്ചിന് മാത്രമല്ല, ഈ അപ്പനാണ് എന്റെ മോൾ അപ്പനാണെന്ന് പറയുന്ന DNA ചോദിച്ച പ്രസ്തുത വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് ഒരു മോളുണ്ട് ജിനുവിന്റെ ആണെന്ന് പറയുന്നത്. ആ മോക്ക് വരെ അപ്പനില്ലാതാവും. അപ്പം ഈ പറയുന്ന എല്ലാ അണ്ണന്മാരുടെയും കളി അങ്ങ് മാറും. അപ്പോഴും ഞാൻ നിലനിൽക്കും. ഈ പറയുന്ന ജിനുവിന് എന്തെങ്കിലും പറയാൻ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും. സ്ട്രോങ് ആയി നിന്നിട്ട് ആരൊക്കെയാണോ കാരണക്കാര് ഇവരെ എല്ലാരെയും വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ തീരത്തുള്ളൂ. കാരണം ആ മനുഷ്യനുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. ഇത് സൂയിസൈഡ് നാടകമല്ല. സൂയിസൈഡ് നാടകം ചെയ്യുന്ന ചേച്ചിമാരൊക്കെ വേറെ അതൊക്കെ വേറെ ചേച്ചിമാരാ. അത് അവിടെ ചെന്ന് കളിച്ചോണം. ഞാനിത് പറയാൻ കാരണം, ഇപ്പൊ എനിക്ക് അവൻ വോയിസ് ഇട്ട് തരണമെങ്കിൽ പുള്ളി ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് എന്തെങ്കിലും സംഭവിച്ചാ കേൾക്കുന്നുണ്ടോ ചേച്ചി? ഞാൻ കേൾക്കുന്നുണ്ട്. സീരിയസ് ആയിട്ട് പറയുന്നേ. സ്ക്രീൻ റെക്കോർഡ് എടുക്കുന്നുണ്ട്, അതിനുശേഷം അപ്ലോഡ് ചെയ്യും. നീ പറയുന്നത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. പറയുന്നത് കേൾക്കുക എന്നുള്ളതല്ല. നമ്മൾ എന്ത് കാണിച്ചാലും അത് മൈൻഡ് ചെയ്യണ്ട. ആളുകൾ കേൾക്കുന്നുണ്ട്. നമ്മളല്ല ഇത് കേൾക്കേണ്ടത്, കേൾക്കേണ്ടവര് കേൾക്കുന്നുണ്ട്.
അതാ ഞാൻ പറഞ്ഞ നമുക്ക് ഇവരെ ആരും ചേച്ചിക്കറിയാം, ഞങ്ങൾക്ക് ഈ യൂട്യൂബേഴ്സ് ഒന്നും ആരെ അറിയത്തില്ല, ഇത് ആരൊക്കെയാന്ന് പോലും അറിയത്തില്ല. ഇവരൊക്കെ ജിനുവിനെ എടുത്ത് ഏറി വിടുന്ന ജിനു എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഇനി വിറ്റ് കാശാക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ചേച്ചി. അത് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി തിരിച്ച് തന്നെ. ജിനുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ ഇവന്മാരെല്ലാം ഞങ്ങൾക്ക് കൊണ്ട് ചെലവ് തരുവോ? അല്ലെങ്കിൽ ചെലവിന് വേണ്ട ഇവന്മാർക്ക് എന്തെങ്കിലും പോവോ? അവന്മാർക്ക് കുറച്ച് റീച്ച് കിട്ടും. ജിനുവിനെയും കൊണ്ട് ഫുഡ് കഴിച്ചവരാന്ന് ഓർക്കണം ഇവരെല്ലാം പറയുന്നുണ്ടല്ലോ ജിനുവിനെയും ഇത്രയും നാളിനകത്ത് ജിനു എന്തിനു വന്നു, ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചപ്പോ ഞങ്ങളെടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് എന്തും കൊണ്ട് ജിനു എന്ന് പറഞ്ഞ ആളെ വ്യക്തിക്ക് പുള്ളി ഇന്നസെന്റ് ആണ്, പുള്ളി പറഞ്ഞ വിമർശനം നടത്തോ? എനിക്ക് ഹൈക്കോടതി കേസുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിജിരാജ് യൂട്യൂബിന് കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയിൽ കേസ് കൊണ്ട് കാണിക്കണം, ഞങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് കാണിക്കണം. ഞങ്ങൾക്കെതിരെ ഒരു സിംഗിൾ പരാതി പോലും ഇല്ല. ഹൈക്കോടതി പോയിട്ട് ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതി പോലും ഒരു പരാതി പോലും ഇല്ലാത്തടത്ത് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്ന സാധനത്തിന് തെളിവ് വയ്ക്കണം. അത് വെറുതെ വിടുവെന്നല്ല. അതുകൊണ്ടാണ് പോലീസ് എന്ന സംഗതി വിട്ടിട്ട് ഞങ്ങൾ മേൽപോട്ട് ചേർന്നത്. ജിനു 5 മാസം ജിനു ഗോപി ഒളിച്ചിരിക്കുന്നു പറയുന്നുണ്ട്. ഒളിച്ചിരിക്കാൻ ജിനു ഗോപി ചെയ്ത തെറ്റെന്താണ്? രണ്ടാമതൊരു വിവാഹം കഴിച്ചതാണോ? അത് ഇന്ത്യയില് തെറ്റാണോ ചേച്ചി രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത്? ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം രണ്ടാമത്. ജിനു ഗോപി ഒളിച്ചിരിക്കേണ്ട കാര്യം എന്തുവാ? DNA ടെസ്റ്റ് വേണമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡൗട്ട് ഉണ്ടായിട്ട് ചോദിക്കുന്നതാണ്. അത് DNA എന്ന് പറയുന്ന വാക്ക് തെറ്റാണോ? മിണ്ടായിരിക്കണേ, എന്താ പറയൂ ചേച്ചി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടോ. നമുക്കിപ്പം ഈ പറഞ്ഞ ജിനൂസ് വന്ന് എക്സ്ക്ലൂസീവായിട്ട് ലൈവ് കൊടുത്താലോ എക്സ്ക്ലൂസീവായിട്ട് എന്ത് പറഞ്ഞാലോ അത് നോട്ടിഫൈ ചെയ്യുന്നത് ഞങ്ങളല്ല നോർക്കണം. ജിനുവിന്റെ പേരിൽ ഹൈക്കോടതിയിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞ, ഇനി എനിക്ക് പേര് പറയാം, സീക്രട്ട് ഏജന്റ് അതുല്, സിജോ ടോക്കീസ്, ഇവര് 3 പേരും ജിനുവിന്റെ പേരിലുള്ള ഹൈക്കോടതിയിലുള്ള കേസ് നമ്പർ ഞാനും കൊടുത്തിട്ടുണ്ട്. എന്റെ പേർക്ക് ഹൈക്കോടതിയിലുള്ള കേസ് കൊണ്ടുവന്ന് കാണിക്കണം. കൈസ് കൊണ്ട് കാണിക്കണം. ഞങ്ങൾ കാണിപ്പിച്ചിട്ടേ വിടുള്ളൂ. നീ ഇത് കാണിച്ചേ വിടുള്ളൂടാ നാറി. നീ കൊണ്ടുവന്ന് വെക്കണം. ഞങ്ങൾക്ക് കേസ് എന്തായിരുന്നു എന്നും ഞങ്ങളെ പറ്റി നീ പറഞ്ഞതൊക്കെ കറക്റ്റ് ആയിരുന്നു എന്നുള്ള നിന്റെ വാദം നീ ഹൈക്കോടതിയിലല്ല, നീ ഇവിടുത്തെ കോടതിയിൽ വന്ന് പറഞ്ഞേ വിടുള്ളൂ. ഏതോ നാട്ടിൽ ഇരുന്ന് കുരയ്ക്കുന്നവനെ നാട്ടിലെത്തിക്കാൻ ഞാൻ കരിക്കൾ നീക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കുരയ്ക്കുന്ന നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടാ? ആ കാണിച്ചു തരാൻ ചെക്ക്. പിന്നെ നമ്മള് 5 മാസത്തോളം പ്രതികരിക്കാതിരുന്നത് എന്തും കൊണ്ടാന്ന് ചോദിച്ചാ, ഓൾറെഡി ഇത് ഇവരെ ഫാമിലി കോർട്ടിൽ ഒരു കേസ് നടക്കുന്നതായതും കൊണ്ടും ജിനു ഒരു ആർട്ടിസ്റ്റ് ആയതും കൊണ്ടും ജിനുവിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ചേട്ടായിക്ക് പ്രോഗ്രാമിന് പോകണം, ചേട്ടായി ഒളിച്ചിരിക്കുന്ന ഒരാളല്ല. ജിനു ഒളിച്ചിരിക്കാൻ വേണ്ടി ജിനു ഇത് കള്ളനോ പിടിച്ചുപറിയാനോ ഒന്നും അല്ലല്ലോ. അപ്പോഴും ജിനുവിനെ വിറ്റ് ജീവിക്കാനും ജിനു കമന്റ് ഇട്ടു, ജിനു അത് പറഞ്ഞു, ജിനു എനിക്ക് കള്ളക്കേസ് കൊടുത്തു. എവിടാണ് ജിനു ഒരു കള്ളക്കേസ് ഒരാൾക്കെതിരെ കൊടുത്തേക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ഇത്രയും നാളും ഇന്ന പ്രസ്തുത വ്യക്തിക്കെതിരെ ജിനുവോ ഞാനോ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്ത് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു FIR നമ്പറോ അല്ലെങ്കിൽ കേസ് നമ്പറോ കൊണ്ടുതരാൻ പറ. ഈ പറഞ്ഞ ഇപ്പൊ ഇവരെല്ലാരും സപ്പോർട്ട് പറയുന്നുണ്ടല്ലോ, ജിനു കൊടുത്ത ഒരു കേസ് കൊണ്ടുതരാൻ പറ. ജിനുവിന്റെ ട്രൂപ്പ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരെ കയ്യിലിരിപ്പ് കൊണ്ടാ. ഒരാളെ എനിക്ക് ചേച്ചിയെ ഇഷ്ടമില്ലെന്നും പറഞ്ഞ് ചേച്ചിയുടെ കൂടെ നിൽക്കുന്നത് എനിക്ക് തെറി വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ചേച്ചിയുടെ പുറകെ നടക്കുന്നവരുടെ ഭാവി കളയണമെന്നുണ്ടോ? അവരുടെ ചാനലിനെ പറയണമെന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഈ ബുദ്ധിയുള്ളവരൊന്ന് ചിന്തിച്ചു നോക്ക്. ജിനു ഗോപി ഒരു മഴവില്ല് ഒരു പ്രോഗ്രാമിന്റെ അടിയിലെ കമന്റുകൾ നിങ്ങൾ നോക്കണം. ആ മനുഷ്യനായിട്ട് മാത്രമാണോ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത്? അപ്പോഴും ഇപ്പൊ ഒരുത്തം വന്ന് പറഞ്ഞേക്കുന്നത് അവന് ചാകത്തില്ലേ, അവൻ എന്തിനാ ഡ്രൈവേ പാളത്തിൽ ഓടി, അത് അഭിനയമല്ലേന്ന്. ഇതൊക്കെ എന്ന് നടന്ന സംഭവങ്ങളാ. ഇതൊക്കെ ആ ഭയങ്കര കുലസ്ത്രീയായ ഒരു അവരോട് താമസിച്ചപ്പം ജിനു അത് അവന്റെ റൈറ്റ്സ് ആണ്. അവനൊരാളെ ഇഷ്ടമില്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോ സ്ക്രീൻ റെക്കോർഡറാണ് അപ്ലോഡ് ചെയ്യുന്ന. ഡോണ്ട് വറി, ലെറ്റ് ഹർ സ്പീക്ക്. അതെ, ഇത് ചേച്ചി ആലോചിച്ചു. ഒരു മനുഷ്യനെ ഈ പറഞ്ഞ എല്ലാ മീഡിയാസിനും വന്നിട്ട് ജിനു അങ്ങനാണ്, ജിനു ഇങ്ങനാണ്, എന്നിട്ട് വീണ്ടും ആ മനുഷ്യനെ എഴുപ്പിച്ചോണ്ടിരിക്കുക. ആ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും? ഈ പറയുന്ന ഈ യൂട്യൂബേഴ്സ് ഇപ്പം ആ പുള്ളിയുടെ അതായത് ആ പുള്ളിക്ക് ഇപ്പൊ അറ്റാക്ക് വരാൻ തന്നെ കാരണം ഈ പറയുന്ന ഷെഫീന എന്ന് പറയുന്ന ഒരാള് ചേട്ടായെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നെന്നും പറഞ്ഞിട്ടാണ്
വീണ വെയിറ്റ് 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 നമ്മൾ അങ്ങോട്ട് ചേച്ചി വോയിസ് അങ്ങോട്ട് വരാം കട്ടി